നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ്, ഈവൻസിന്റെ ഒരു പരമ്പരയാണ്. ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇൻട്രാക്ഷൻ, പിന്നെ ഓരോരോ അനുഭവങ്ങൾ ഇനി ഉണ്ടാകുന്നു. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് തരത്തിലുള്ള ഫീലിംഗ് വരും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് തെറാപ്പി ഉപയോഗിക്കുന്നത്. ഇപ്പൊ പഠിക്കാനിരുന്നപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഇവൻ്റാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതിനെ തരണം ചെയ്യാൻ പറ്റുന്നില്ല. അയൽവക്കത്തെ വീട്ടിലെ ഡോർ തുറന്നിടണ്ട എന്നുള്ള അവരല്ല തീരുമാനിക്കുന്നത്. പക്ഷെങ്കിൽ അതെനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ ആ ഇറിറ്റേഷനിൽ നിന്നും മാറുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചാലും എന്നെ ബാധിക്കാൻ പാടില്ല. അയൽവക്കം നമ്മളെ ചീത്ത പറഞ്ഞു നോക്കാം, എന്നെ ബാധിക്കാൻ പാടില്ല. അയൽവക്കത്തെ പട്ടി കുറച്ചെന്ന് കൂട്ടിക്കോ, എന്നെ ബാധിക്കാൻ പാടില്ല. മഴ പെയ്തെന്ന് കൂട്ടോ, എന്നെ ബാധിക്കാൻ പാടില്ല. സഫറിങ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ തലത്തിലുള്ള സഫറിങ്. കാലൊടിഞ്ഞു, ഫിസിക്കൽ സഫറിങ് ആണ്, അത് നോർമലാണ്. മനുഷ്യരാണെങ്കിൽ വീഴും കാലൊടിയും. വണ്ടിയാണോ, ഓടിക്കുമ്പം മുട്ടും, കേടാകും, ആക്സിഡന്റ് ആകും, അത് നോർമലാണ്. പക്ഷെ മനസ്സിൽ വരുന്ന സഫറിങ് ആണ് നമ്മൾ ഹീൽ ചെയ്യും. അപ്പൊ ഇന്നില്ല എനിത്തിങ് വിച്ച് അഫക്ട്സ് യുവർ മൈൻഡ്. ക്ലിയർ ആയോ? ബഷീറിന് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ, ചാരിയിരുന്നു. കൈയും കാലം നേരെ വെക്കണേ. മുട്ടൊക്കെ തളർത്തിയിടണം, ശരീരം മൊത്തം തളർന്ന്. വയറ് താഴുന്നതും പൊങ്ങുന്നതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എക്സ്ട്രീംലി നോർമൽ എല്ലാ കാര്യങ്ങളും. ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതിയോ? എന്നോട് പറഞ്ഞത് ബഷീർ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ കോൺഫിഡൻസ് ഇല്ലാത്ത വരുന്ന ഒരവസരം മനസ്സിൽ വിചാരിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാണ് കോൺഫിഡൻസ് കിട്ടാവുന്നത്. ഏതെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടാതെ വരുന്ന ഒരു അവസരം മനസ്സിൽ വിചാരിക്കുക, അനുഭവം മനസ്സിൽ കൊണ്ടുപോകും. കൃത്യമായിട്ടും അത് അവിടെ എത്തിക്കഴിയുമ്പോൾ കണ്ണു തുറക്കണേ. ഓക്കെ, ഇനി കണ്ണു തുറന്നു. ഏതോ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോ കോൺഫിഡൻസ് പോയി അല്ലേ? ഓക്കെ. ഇനി ജീവിതത്തില് എപ്പോഴെങ്കിലും കോൺഫിഡൻസ് ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു അനുഭവം മനസ്സിൽ വിചാരിച്ചു. അതുപോലെ ഓരോ കോൺഫിഡൻസ് ഉണ്ടായ വേറൊരു അനുഭവം കൂടെ വിചാരിച്ചു.
ഓക്കെ, ഇനി ഒന്ന് കണ്ണു തുറന്നേ. ഓക്കെ, ഈ കോൺഫിഡൻസ് ഉണ്ടായെന്ന് പറയുന്നതിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? അപ്പൊ കോൺഫിഡൻസ് ഉണ്ടാകാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയ അതിന്റെ ഇന്റൻസിറ്റിയും ഇതിന്റെ ഇന്റൻസിറ്റിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏതിനാ കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത്? കോൺഫിഡൻസ് ഉണ്ടായതിനാണ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ ഒന്നിച്ച് കണ്ടല്ലോ. ഇന്റൻസിറ്റി കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നതിനാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതിനുള്ള തെറാപ്പി അപ്പോൾ ചെയ്യാൻ പോണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഈവന്റിൽ നല്ല ഇന്റൻസിറ്റിയോടെയുള്ള കോൺഫിഡൻസ് ഉണ്ട്, വേറെ അനുഭവത്തിൽ അത്ര ഇന്റൻസിറ്റി ഇല്ലാത്ത ഒരു നെഗറ്റീവ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലാത്തൊരു അനുഭവം ഉണ്ട് അല്ലേ? ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? രണ്ട് അനുഭവങ്ങളുണ്ട്, ഒന്ന് കോൺഫിഡൻസ് ഉള്ളത്, ഒന്ന് കോൺഫിഡൻസ് ഇല്ലാത്തത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി കൂടുതലുള്ളത് കോൺഫിഡൻസ് ഉള്ളതിന്. ഓക്കെ, ഞാൻ കണ്ണടച്ചു. കോൺഫിഡൻസ് ഇല്ലാത്തതൊന്ന് വിചാരിച്ച് ഇനി കോൺഫിഡൻസ് ഉള്ളതെന്ന് വിചാരിച്ച് ആ രണ്ട് കോൺഫിഡൻസും കൂടെ കൂട്ടിക്ക്. നല്ല സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസോട് കൂടി നിൽക്കുന്നതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഓക്കെ, ഇനി കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന് വിചാരിച്ച് ഇനി കോൺഫിഡൻസ് ഉള്ളതെന്ന് വിചാരിച്ച് ഇനി കോൺഫിഡൻസ് ഇല്ലാത്തത്. ഇനി കോൺഫിഡൻസ് ഉള്ളത്. കോൺഫിഡൻസ് ഉള്ളത് നന്നായിട്ട് അങ്ങ് വിചാരിച്ച് ഇനി കോൺഫിഡൻസ് ഇല്ലാത്ത അതിന്റെ ആ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഡള്ളാക്കി കണ്ടേ. ഇനി കോൺഫിഡൻസ് ഉള്ളതിന്റെ പിക്ചറൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കി കണ്ടേ. എന്ന് പറഞ്ഞാൽ അതൊരു വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പിക്ചറായിട്ടായിരിക്കും, അതിന് നല്ല ബ്രൈറ്റ് കളർ കൊടുത്ത് ഇനി കോൺഫിഡൻസ് ഇല്ലാത്ത ആ ഡൾ കളറിൽ ഒന്ന് കണ്ടേ, ഡള്ളായിട്ട് കണ്ടേ. ഇനി കോൺഫിഡൻസ് ഉള്ളത് കണ്ട് ഇനി ആ കോൺഫിഡൻസ് ഉള്ളത് മാത്രം കണ്ടുകൊണ്ടിരുന്ന കുറച്ച് നേരം. എന്നിട്ട് ആ കോൺഫിഡൻസ് തന്നെ കണ്ടു നടക്കണം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ വെറുതെ സംസാരിക്കുക. ഇനി കോൺഫിഡൻസ് ഇല്ലാത്ത ആ അനുഭവം ഒന്ന് ഓർത്ത് നോക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ, ഓർക്കുമ്പോ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ട്? നേരത്തെ പോലെയുള്ള ബുദ്ധിമുട്ടില്ലല്ലോ ഇപ്പൊ? വരുന്നില്ല. അതാണ് ഇത് വേണമെങ്കിൽ ഒരു തെറാപ്പി എന്ന് പറയാം. ഇതൊക്കെ സാധാരണ ആർക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരെണ്ണമുണ്ട്. അപ്പൊ ആ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം നെഗറ്റീവ് ആയിട്ടുള്ളതാണ് പയ്യെ അലിഞ്ഞു പോകുന്നത്. അതാണ് എന്റെ സൂത്രം. സിമ്പിളാ. ഇതിപ്പോ NLP ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. NLP എഴുതി വെച്ചിട്ടുണ്ട് താനും. ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കി കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് ഈ ബുദ്ധിമുട്ടുള്ള കാര്യം ഓർക്കണം. പിന്നെ വീണ്ടും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കണം. കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇല്ലാണ്ടാവും. എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള
ആ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാതാവും. അത്രയേ ഉള്ളൂ. ഇതിനെ കൊളാപ്സിങ് ആങ്കേഴ്സ് നമ്മൾ പറയും, പേര് പറയുകയാണെങ്കിൽ. കൊളാപ്സ് ചെയ്യും. ഈ നെഗറ്റീവ് ആയിട്ടുള്ളത് പോസിറ്റീവിൻ്റെ അകത്ത് അങ്ങോട്ട് കൊളാപ്സ് ചെയ്ത് പോകും പെട്ടെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഇതാണ് ഡൈവേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡൈവേർട്ട് യുവർ തോട്ട്സ്. ചിന്തകളാണ് നമ്മളെ മുഴുവൻ നശിപ്പിക്കുന്നത്. അപ്പം മോശമായ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഇരിക്കാതെ കൊണ്ട് പെട്ടെന്ന് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതങ്ങ് മറന്നു പോകും. വീണ്ടും നെഗറ്റീവ് വരികയാണെങ്കിൽ വീണ്ടും ഈ പോസിറ്റീവിലൂടെ വേറൊരു പോസിറ്റീവ്. ഇതിന് ആങ്കറിംഗ് എന്നും കൂടെ പറയും. നമുക്ക് വേണമെങ്കിൽ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ആങ്കർ ചെയ്ത് വെക്കാം. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ ഉടനെ അതിനെ ആങ്കറിങ് അങ്ങ് ഫയർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ കോൺഫിഡൻസിലേക്ക് വരും. സ്റ്റേജിലേക്ക് കയറുമ്പം നമുക്കൊരു വിറയൽ വരികയാണെങ്കിൽ ഈ ആങ്കർ അങ്ങ് ഫയർ ചെയ്താൽ മതി. അപ്പോൾ ആ പേടി മാറിക്കോളും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപരിചിതനെ കണ്ടു, ഷേക്കാന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൈക്കിൻ്റെ ഒരു വിറയലൊക്കെ വരുന്നു. ഉടനെ ആരും ഇത് അറിയാൻ പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കോൺഫിഡൻസ് ആങ്കർ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ കോൺഫിഡൻസ് ഇങ്ങനെ വന്നു. അങ്ങനെ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ സെൽഫായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ